ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മിസ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നൊരു ടോപ്പിക്കാണ്. വേറെ ഒന്നല്ല, ഒട്ടുമിക്ക ആളുകൾക്കും ഉള്ളൊരു ഡൗട്ടാണിത്. ഇപ്പോൾ നമ്മൾ രണ്ട് പേര് പറയുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ഞാനും അവളും, അല്ലെങ്കിൽ അവനും ഞാനും, അല്ലെങ്കിൽ എൻ്റെ സിസ്റ്ററും ഞാനും എന്നുള്ള ആ ഒരു ഇത് നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ പൊതുവായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ ദേ ആൻഡ് മീ അല്ലെങ്കിൽ ഹേ ആൻഡ് ഐ എന്നൊക്കെ കാണാറുണ്ട്. അപ്പൊ ഈ ഐയും മീയും ആണ് ഇവിടുത്തെ പ്രശ്നം. അപ്പൊ ഈ ഐ ആണോ നമ്മൾ യൂസ് ചെയ്യേണ്ടത്, മീ ആണോ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ട്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു ഡൗട്ട് ഇന്നത്തോടെ നമുക്ക് ക്ലിയർ ചെയ്യണം. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, അതിനുശേഷം കുറച്ച് സെന്റൻസുകളും പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ആ സെന്റൻസ് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണ്, വീണ്ടും നിങ്ങൾ കാണാൻ താല്പര്യമുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. ഞാനും എൻ്റെ സഹോദരിയും സ്കൂളിൽ പോയി. ഞാനും എൻ്റെ സഹോദരിയും സ്കൂളിൽ പോയി. ഇവിടെ ഞാനും എൻ്റെ സഹോദരിയും സ്കൂളിൽ പോയി എന്നുള്ളത് ഞാൻ എന്നുള്ള ആ ഒരു സംഭവം സബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നത് അല്ലെ. ഈ സബ്ജക്റ്റ് ആയി വരുന്ന സമയത്ത് എപ്പോഴും നമ്മൾ എന്ത് പറയണം? ഐ എന്നാണ് യൂസ് ചെയ്യേണ്ടത്. മൈ സിസ്റ്റർ ആൻഡ് ഐ എന്ന് വേണം പറയാനായിട്ട്. മൈ സിസ്റ്റർ ആൻഡ് ഐ വെന്റ് ടു സ്കൂൾ അല്ലേ. ആൻഡ് ഐ വെന്റ് ടു സ്കൂൾ എന്നാണ്. അപ്പൊ അവിടെ നമ്മുടെ സബ്ജക്റ്റ് ആണ് ഈ ഐ എന്ന് പറയുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഒരിക്കലും മൈ സിസ്റ്റർ ആൻഡ് മീ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. മീ എപ്പോ വരും എന്നുള്ളത് നമുക്ക് പറയാം. അപ്പൊ അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ. മൈ സിസ്റ്റർ ആൻഡ് ഐ വെന്റ് ടു സ്കൂൾ. ഞാനും എൻ്റെ സിസ്റ്ററും സ്കൂളിൽ പോയി. ഓക്കെ, ഞാനും എൻ്റെ അച്ഛനും വീട്ടിലുണ്ട്. ഞാനും എൻ്റെ അച്ഛനും വീട്ടിലുണ്ട്. മൈ ഫാദർ ആൻഡ് ഐ ആർ അറ്റ് ഹോം അല്ലെ. ആറ് രണ്ടുപേരാണല്ലോ. അപ്പം മൈ ഫാദർ ആൻഡ് ഐ ആർ അറ്റ് ഹോം. ഞാനും എൻ്റെ അച്ഛനും വീട്ടിലുണ്ട്. ഓക്കെ, ഞാനും എൻ്റെ സുഹൃത്തും എല്ലാ ഞായറാഴ്ചയും ഫുട്ബോൾ കളിക്കാറുണ്ട്. ഞാനും എൻ്റെ സുഹൃത്തും എല്ലാ ഞായറാഴ്ചയും ഫുട്ബോൾ കളിക്കാറുണ്ട്. മൈ ഫ്രണ്ട് ആൻഡ് ഐ പ്ലേ ഫുട്ബോൾ എവറി സൺഡേ. ഇവിടെയും നമ്മൾ സബ്ജക്റ്റ് എന്താണ്? ഐ ഐ പ്ലേ ഫുട്ബോൾ എവറി സൺഡേ എന്നാണ്. അപ്പം ഈ സബ്ജക്റ്റ് ആയി വരുന്ന സിറ്റുവേഷൻ ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? യൂസ് ചെയ്യാൻ പാടില്ല. ഞാനും എൻ്റെ അമ്മയും രാത്രി ഭക്ഷണം തയ്യാറാക്കി. ഞാനും എൻ്റെ മദറും രാത്രി ഭക്ഷണം തയ്യാറാക്കി എന്ന് പറയുമ്പോഴും ഇവിടെ ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലെ. മൈ മദർ ആൻഡ് ഐ കുക്ക്ഡ് ഡിന്നർ. മൈ മദർ ആൻഡ് ഐ കുക്ക്ഡ് ഡിന്നർ. ഞാനും എൻ്റെ അമ്മയും രാത്രി ഭക്ഷണം തയ്യാറാക്കി. ഇനി ഞാനും എൻ്റെ കസിനും മ്യൂസിയം സന്ദർശിച്ചു. ഞാനും എൻ്റെ കസിനും മ്യൂസിയം സന്ദർശിച്ചു. മൈ കസിൻ ആൻഡ് ഐ വിസിറ്റഡ് ദ മ്യൂസിയം. മൈ കസിൻ ആൻഡ് ഐ വിസിറ്റഡ് ദ മ്യൂസിയം. ഞാനും എൻ്റെ കസിനും മ്യൂസിയം സന്ദർശിച്ചു. ഞാനും എൻ്റെ സഹോദരനും മത്സരം കണ്ടു. മൈ ബ്രദർ ആൻഡ് ഐ വാച്ച്ഡ് ദ മാച്ച്. മൈ ബ്രദർ ആൻഡ് ഐ വാച്ച്ഡ് ദ മാച്ച്. ഞാനും എൻ്റെ സഹോദരനും മാച്ച് അല്ലെങ്കിൽ മത്സരം കണ്ടു. ഇങ്ങനെ പറയുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ ഐ എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏതാണെന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ് ആയി യൂസ് ചെയ്യുന്ന സമയത്ത്. ഇനി ഈ ഒരു സെന്റൻസ് നോക്കൂ. പോലീസ് എൻ്റെ സുഹൃത്തിനെയും എന്നെയും ചോദ്യം ചെയ്തു. ഇവിടെ സബ്ജക്റ്റ് ആരാണ്? പോലീസ് എന്നാണല്ലോ. പോലീസ് എന്നെയും എൻ്റെ സുഹൃത്തിനെയും എന്തൊക്കെ ചോദ്യം ചെയ്തു. അപ്പൊ ഇവിടെ സബ്ജക്റ്റ് വരുന്നത് പോലീസാണ്. ഈ സിറ്റുവേഷനിൽ സെന്റൻസ് നോക്കൂ. പോലീസ് ക്വസ്റ്റ്യൻഡ് മൈ ഫ്രണ്ട് ആൻഡ് മീ അല്ലെ. ഇവിടെ മീ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് അവിടെ മീ എന്നാണ് ആഡ് ചെയ്യേണ്ടത്. ഇതാണ് വ്യത്യാസം. ദ പോലീസ് ക്വസ്റ്റ്യൻഡ്, പോലീസ് ചോദ്യം ചെയ്തു മൈ ഫ്രണ്ട് ആൻഡ് മീ. ഓക്കെ, അവൾ എന്നെയും അവനെയും കണ്ടു. അവളാണ് കണ്ടത്, അതുകൊണ്ട് അവളാണ് സബ്ജക്റ്റ്. അവൾ എന്നെയും അവനെയും കണ്ടു. അവനെയും എന്നെയും എന്നുള്ളതൊക്കെ ഒബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നത് അല്ലെ. ഷീ സോ ഹിം ആൻഡ് മീ. അവൾ എന്നെയും അവനെയും കണ്ടു. ഇവിടെ എന്നെയും അവനെയും കണ്ട് എന്നുള്ളത് ഒരു ഒബ്ജക്റ്റ് ആണ്. ആരെ കണ്ടത് എന്നുള്ളതാണ് സബ്ജക്റ്റ്. അപ്പൊ അവളെ നമ്മൾ എന്ത് ചെയ്തു? ഷീ, സോ അല്ലെ. ഹിം ആൻഡ് മീ. ഓക്കെ, അവൾ എന്നെയും എൻ്റെ സഹോദരനെയും വിളിച്ചു.
ആരാ വിളിച്ചത്? അവളാണ് അല്ലെ. അപ്പൊ അവൾ എന്നെയും എന്റെ സഹോദരനെയും വിളിച്ചു. ഷി കോൾഡ് മൈ ബ്രദർ ആൻഡ് മീ. ഷി കോൾഡ് മൈ ബ്രദർ ആൻഡ് മീ. അപ്പൊ അവിടെ നമ്മള് മീ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അധ്യാപകൻ അവനെയും എന്നെയും പ്രശംസിച്ചു. അധ്യാപകൻ അവനെയും എന്നെയും പ്രശംസിച്ചു. ഇവിടെ സബ്ജക്റ്റ് അധ്യാപകനാണല്ലോ. ദ ടീച്ചർ പ്രൈസ്ഡ് ഹിം ആൻഡ് മീ. ടീച്ചർ എന്നെയും അവനെയും പ്രശംസിച്ചു. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ മീ അതുപോലെ ഐ യൂസ് ചെയ്യുന്നത്. ഹിം ആൻഡ് മീ എന്ന് പറയും. ഒബ്ജക്റ്റ് ആയി വരുന്ന സമയത്ത് നമ്മൾ രണ്ട് പേരെ പറയുന്ന സമയത്ത് മീ ആയിട്ട് വരും. സബ്ജക്റ്റ് ആണെങ്കിൽ അത് ഐ ആയി വരും അല്ലേ. ഈ സെന്റൻസ് നിങ്ങൾ വ്യക്തമായിട്ട് തന്നെ ഒന്ന് കണ്ട് മനസ്സിലാക്കുക കേട്ടോ. ഇനി ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് തരാം. അതിനു മുമ്പ് കുറച്ച് സെന്റൻസ് കൂടി പറയാം. അവൾ ഇന്നലെ എന്നെ വിളിച്ചു. ഷി കോൾഡ് മീ യെസ്റ്റർഡേ അല്ലെ. ഷി കോൾഡ് മീ യെസ്റ്റർഡേ. അവർ എന്നെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചു. അവർ എന്നെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചു. ദേ ഇൻവൈറ്റഡ് മീ ടു ദ പാർട്ടി. ദേ ഇൻവൈറ്റഡ് മീ ടു ദ പാർട്ടി. ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. ഐ എം ലേണിംഗ് ഇംഗ്ലീഷ്. ഐ എം ലേണിംഗ് ഇംഗ്ലീഷ്. നിങ്ങൾക്ക് എന്നെ സഹായിക്കാമോ? ക്യാൻ യു ഹെൽപ്പ് മീ അല്ലേ. നമുക്ക് ഇങ്ങനെ ചോദിക്കാം. അവൻ എനിക്ക് കുറച്ച് പണം നൽകി. അവൻ എനിക്ക് കുറച്ച് പണം നൽകി. ഹി ഗേവ് മീ some money. He gave me some money. എനിക്ക് ഉത്തരം അറിയില്ല. I don't know the answer. I don't know the answer. അധ്യാപകൻ എന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അധ്യാപകൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു. The teacher asked me a question. The teacher asked me a question. ദയവായി എന്നെ കാത്തിരിക്കൂ. ദയവായി എന്നെ കാത്തിരിക്കൂ. Please wait for me. Please wait for me. അവർ എന്നെ ബസ് സ്റ്റോപ്പിൽ കണ്ടു എന്ന് പറയാറുണ്ട്. അവർ എന്നെ ബസ് സ്റ്റോപ്പിൽ കണ്ടു. They saw me at the bus stop. They saw me at the bus stop. അവൾ എന്നോട് സത്യം പറഞ്ഞു. അവൾ എന്നോട് സത്യം പറഞ്ഞു. She told me the truth. She told me the truth. ഞാൻ ഇന്നലെ വളരെ സന്തോഷത്തിലായിരുന്നു. ഞാൻ ഇന്നലെ വളരെ സന്തോഷത്തിലായിരുന്നു. I was very happy yesterday. I was very happy yesterday. എല്ലാവരും എന്നെ നോക്കിക്കൊണ്ടിരുന്നു. എല്ലാവരും എന്നെ നോക്കിക്കൊണ്ടിരുന്നു. എല്ലാവരും everyone was looking at me. Everyone was looking at me അല്ലെ. ലുക്കിംഗ് അറ്റ് ആണ് വേണ്ടത്. നോക്കിക്കൊണ്ടിരുന്നു എന്നാണ്. ലുക്കിംഗ് അറ്റ്, ലുക്കിംഗ് ഫോർ ഇതിലൊക്കെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആണെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഞാൻ അതിന്റെ ലിങ്ക് കൊടുക്കാം. കമന്റിൽ അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അതൊക്കെ ഒന്ന് കണ്ടു പഠിക്കുക. അപ്പൊ നമുക്ക് ഇതുപോലെയുള്ള സെന്റൻസുകൾ പറയുമ്പോൾ കൺഫ്യൂഷൻ വരില്ല, ഈസി ആയിരിക്കും. അപ്പൊ ഇത്രയും സെന്റൻസുകൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ തരാം. ഞാനും അവനും പുസ്തകം വായിച്ചു, അല്ലെങ്കിൽ അവനും ഞാനും പുസ്തകം വായിച്ചു. ഹേ ആൻഡ് ഡേഷ് റീഡ് ദ ബുക്ക്. ഹേ ആൻഡ് ഡേഷ് റീഡ് ദ ബുക്ക്. ഇവിടെ ഐ ആണോ മീ ആണോ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അതായത് ഞാനും അവനും പുസ്തകം വായിച്ചു. ഓക്കെ. എന്റെ സഹോദരൻ എന്റെ സുഹൃത്തിനെയും എന്നെയും മാർക്കറ്റിൽ നിന്ന് കണ്ടു. ഇതെങ്ങനെ പറയാ? എന്റെ സഹോദരൻ എന്നെയും എന്റെ സുഹൃത്തിനെയും മാർക്കറ്റിൽ വെച്ച് കണ്ടു, അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് കണ്ടു അല്ലെ. അപ്പൊ ഇവിടെ ആരെ കണ്ടത്? അപ്പൊ ഇവിടുത്തെ സെന്റൻസ് ഇതാണ്. മൈ ബ്രദർ സോ മൈ ഫ്രണ്ട് ആൻഡ് ഡേഷ് അറ്റ് ദ മാർക്കറ്റ്. മൈ ബ്രദർ സോ മൈ ഫ്രണ്ട് ആൻഡ് ഡേഷ്. ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്? ഐ ഓർ മീ ഏതായിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്, രണ്ടും ഈസി ആണ്, സിമ്പിൾ ആണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ റിപ്പീറ്റേഷൻ ചെയ്ത് കാണുക. ഇതുപോലെ ചെയ്യാനുള്ള വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടി ഇങ്ങനെ കണ്ടു നോക്കുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കണും ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.